ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി ഫീച്ചറിലെ ഒരു ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സിനെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ ജിമെയിൽ ID ലോഗിൻ ചെയ്യാതെ ഒരു ഫോണും നമുക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലെ ഏതെങ്കിലും ആപ്പുകൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ജിമെയിൽ ID വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളുടെ ഫോണിൽ നമ്മൾ ജിമെയിൽ ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം പേഴ്സണൽ ഇൻഫോയിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മളുടെ ഫോൺ നമ്പർ, അതേപോലെ തന്നെ നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ സെക്കൻഡറി ജിമെയിൽ ID, അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൽ നമ്മളുടെ പാസ്വേഡ് മറന്നു പോയാൽ റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്ത നമ്മളുടെ ജിമെയിൽ ID എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിസിബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫോൺ മറ്റുള്ളവരാരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു അടിപൊളി സെറ്റിങ്സ് വഴി അങ്ങനെ വിസിബിൾ ആയിട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസേബിൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഫോൺ പെട്ടെന്ന് ആരുടെ കയ്യിലെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളുടെ പേര്, നമ്മളുടെ ജെൻഡർ, നമ്മളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, നമ്മളുടെ അഡ്രസ്സ് എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അവർക്ക് കാണാനായിട്ട് സാധിക്കാതെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, അതെങ്ങനെയാണ് നമുക്ക് നേരെ ഫോണിലേക്ക് പോയി നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ജിമെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള നമ്മളുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പേഴ്സണൽ ഇൻഫോ. ഉദാഹരണത്തിന് നമ്മളുടെ ഫോൺ ജസ്റ്റ് ആരെങ്കിലും എടുത്ത് ഈ പേഴ്സണൽ ഇൻഫോയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ബേസിക് ഇൻഫോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പേര്, അതേപോലെ തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ ജെൻഡർ, അതേപോലെ തന്നെ നമ്മളുടെ കോൺടാക്ട്സ്, നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടുകൾ, അതേപോലെ തന്നെ നമ്മളുടെ ഫോൺ നമ്പേഴ്സ്, അതേപോലെ തന്നെ നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ ഹോം, അതേപോലെ തന്നെ വർക്ക്, അതേപോലെ തന്നെ നമ്മളുടെ അതേഴ്സ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അതേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേര് ഇവിടെ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതാണോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഫോൺ ഹാക്ക് ആവുകയും അതേപോലെ തന്നെ മറ്റുള്ളവർ നമ്മളുടെ ഫോൺ എടുത്തിട്ട് നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കിവിടെ റിമൂവ് ചെയ്ത് കളയുകയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കിവിടെ കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം choose what others see, decide what personal information to make visible to others when use your main Google account profile across the Google service. നമുക്ക് തന്നെ ഇവിടെ ചൂസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നമ്മളുടെ പ്രൊഫൈലുള്ള കാര്യങ്ങൾ ആരൊക്കെ കാണണം, ആരൊക്കെ കാണണ്ട എന്നുള്ള കാര്യങ്ങൾ. അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റ് ഗോ ടു അബൌട്ട് മീ എന്ന സെക്ഷനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു കാര്യം പ്രശ്നമുള്ളത്, നമുക്കിവിടെ പേര് നമുക്കിവിടെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. അതിൽ നമുക്ക് നമ്മളുടെ പേര് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫേക്ക് പേര് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിവിടെ നമ്മളുടെ ജെൻഡർ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് മുൻപ് നമുക്കിവിടെ പ്രൊഫൈൽ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മുകളിൽ വിസിബിൾ ടു എവരി വൺ. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാം people you interact with. This info is visible to people you interact with Google services. For example, if you share an album in Google Photos or chat in Google Chat. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും നമ്മൾ മെയിൽ അയക്കുമ്പോഴോ അല്ലെങ്കിൽ ജിമെയിൽ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുമ്പോഴോ നമ്മൾ അവരുമായി കോൺവെർസേഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ അവർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളതാണെന്ന് ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾക്ക് എനിവൺ വേണമെങ്കിൽ എനിവൺ കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ആരും കാണണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺലി പീപ്പിൾ യു ഇൻറ്ററാക്ട് വിത്ത് യു എന്ന ഭാഗത്ത് ജസ്റ്റ് എനേബിൾ ചെയ്ത് നമ്മൾക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ അബൌട്ട് ടൈം ഈ സെക്ഷനിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് കൊടുത്തിട്ടുള്ള നമ്മളുടെ ബർത്ത് ഡേറ്റ്, നമ്മളുടെ കോൺടാക്റ്റ് ഇൻഫോ, അതേപോലെ തന്നെ നമ്മളുടെ പ്ലേസസ്, നമ്മൾ അബൌട്ട് പ്ലേസസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇവിടെ ഓൺലി യു എനിവൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള, അതേപോലെ തന്നെ നിങ്ങൾ വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് നമ്മളുടെ ഫുൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇത് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി
ഫീച്ചർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.